ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ കുഞ്ഞാവിനെയും കൊണ്ട് നമ്മൾ ഹോമിയോ ഡോക്ടറെ കാണാൻ പോയിട്ട് നമ്മൾ തിരിച്ച് പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തുണ്ട് പോയത്. ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പുതിയ ഹോട്ടലുണ്ടായിരുന്നു. പുതിയ ഹോട്ടലിലാണ് നമ്മൾ കയറിയത്. കിരിയാന്താൻസ് എന്നാണ് ഹോട്ടലിൻ്റെ പേര് കേട്ടോ. ഇതാണ് ഹോട്ടലിൻ്റെ ഫ്രണ്ട് വശം. അപ്പോൾ നല്ല പാർക്കിംഗ് ഒക്കെ ഉള്ള ഒരു ഹോട്ടലായിരുന്നു. ഞങ്ങളൊക്കെ കയറി ചെല്ലുമ്പോൾ ഏകദേശം ഒരു 3 കാറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഉള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം പാർക്കിംഗ് ഗ്രൗണ്ടിലൊക്കെ ഏകദേശം ഫില്ലാകാറായിരുന്നു. അതുപോലെ പാർക്കിംഗ് വന്നായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് പാർക്കിംഗ് ഉള്ള ഒരു ഏരിയ നമ്മുടെ ഈ അങ്കമാലി ഭാഗത്ത് ഒരു ഹോട്ടൽ വളരെ ചുരുക്കമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ വരാൻ അതന്നെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഇതിന്റെ ലൊക്കേഷൻ ഞങ്ങൾ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ. ഇത് ഹോട്ടലിന് നമ്മുടെ ഫ്രണ്ടിൽ കയറുന്ന ഭാഗം തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാം ഇത്രയും സീറ്റിംഗ് ഉണ്ടാകുമ്പോൾ ഉള്ളിൽ എന്തോരം ഉണ്ടാവുന്നു. ഉള്ളിൽ ഒരുപാട് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സെക്ഷൻ തിരിച്ചാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് വരുന്നത്. നമ്മൾ ഫാമിലി അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഫാമിലി സീറ്റിംഗ് ഏരിയയിലായിട്ട് പോയത്. അപ്പോൾ അവിടെ നമ്മൾ ഓർഡർ എടുക്കാൻ വരുന്നത് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടോ, നമുക്ക് നല്ല സീറ്റിംഗ് ആണ് കിട്ടിയിരുന്നത്. പിന്നെ എല്ലാം നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. ഒരു മൾട്ടി കുഷ്യൻ റെസ്റ്റോറന്റ് എന്നുള്ളൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഒരു റിസോർട്ട് ഫീലിങ്ങും ഇന്റീരിയർ ഒക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് പേര് സർവീസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ അവിടുത്തെ ഡിന്നർ മെനു. കണ്ടല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെ ഗെയിമൊക്കെ കളിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പിള്ളേർ അതിലൊക്കെ മുഴുകി നിൽക്കുമായിരുന്നു. അവർ അതിനകത്തൊക്കെ കുറെ നേരം ഇൻവോൾവ് ആയി. ഒരു പെൻസിലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവരതിനകത്തൊക്കെ ഗെയിമൊക്കെ കളിച്ചിരുന്നു. പിന്നെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിലൊക്കെ തന്നെ വന്നു. സാധാരണ ഞങ്ങൾ വിചാരിച്ചു ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരെയിരിക്കുന്നു. നോർമലി ഇതുപോലുള്ള റെസ്റ്റോറൻറ്റുകൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് ഒക്കെ എന്തായാലും എടുക്കും നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തത് വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ ലോലിപോപ്പ് നമ്മൾ സ്റ്റാർട്ടർ ആയിട്ടാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതാണ് കേട്ടോ ആദ്യം വന്നത്. കുട്ടികളുടെ ഫേവറേറ്റ് ഐറ്റം ആയതുകൊണ്ട് കുട്ടികൾ തന്നെയാണ് അത് മുഴുവൻ കഴിച്ചത്. അവർക്ക് അത് ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളത് എടുക്കാറേയില്ല. അതിന്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നാണ് കുട്ടികൾ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രാഗൺ ചിക്കൻ, പാലപ്പം, പിന്നെ അവരുടെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ശ്രീലങ്കൻ ഡെവിൽ ചിക്കൻ ഉണ്ട്. ഭയങ്കര സ്പൈസി ആയിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ഒട്ടുമിക്ക ഡിഷസും സ്പൈസി ആയിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അതും പറയാനുണ്ട്. കണ്ടോ, ഇത് അവരുടെ ശ്രീലങ്കൻ ചിക്കനാണ്. പിന്നെ അതേ നൂൽ പൊറോട്ടയും കുഴപ്പമില്ല, നല്ലതായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് ആണ് വന്നത്. ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. ഞാൻ നോർമൽ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ വന്നത് റൊമാലിയൻ റൊട്ടി എന്ന് പറയും. അതും പിന്നെ നമ്മുടെ ബട്ടർ ചിക്കൻ ആണ്. നമ്മൾ കറി ഐറ്റംസ് ആയിട്ട് നമ്മൾ ആകെ ബട്ടർ ചിക്കൻ ആണ് ഓർഡർ ചെയ്തത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത് ചിക്കൻ ലോലിപോപ്പും പിന്നെ പൊറോട്ടയൊക്കെയാണ് അവർ കഴിച്ചത് കേട്ടോ. പിന്നെ അവരെല്ലാ ചിക്കൻ ആയതുകൊണ്ട് തന്നെ എല്ലാം ടേസ്റ്റ് ചെയ്തായിരുന്നു അവര്. പിന്നെ അവർ കൂടുതലും എടുത്തത് ഡ്രാഗൺ ചിക്കൻ ആയിരുന്നു. കാരണം ഡ്രാഗൺ ചിക്കന് കുറച്ച് സ്പൈസി അല്ലായിരുന്നല്ലോ. പിന്നെ ഇതാണെങ്കിലും അവർ കുറച്ച് ചാറൊക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അവരതേ പൊറോട്ടയും നമ്മുടെ ബട്ടർ ചിക്കനുമാണ് കേട്ടോ ആദ്യം എടുക്കുന്നത്. അപ്പൊ നമ്മുടെ അഞ്ജലീന ആദ്യം നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ആണ് ഒന്ന് ടെസ്റ്റ് ചെയ്തത്. പിന്നെ ഓൾറെഡി നമ്മൾ ഈ ഡ്രാഗൺ ചിക്കൻ ഒക്കെ നമ്മൾ വേറെ ഹോട്ടലിലൊക്കെ പോയി കഴിച്ചതുകൊണ്ടേ നമുക്കിത് അത്ര അങ്ങോട്ട് ഭയങ്കര വാവ് ടേസ്റ്റ് ഒന്നും പറയാൻ തോന്നിയിട്ടില്ല. പിന്നെ പൊറോട്ടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ചൂടോട് കൂടിയാണെന്നുള്ളത് തോന്നിയിട്ടില്ല കേട്ടോ. അത്ര ചൂടൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരു എന്താ പറയാ, നമ്മളൊരു ഗീ ഒക്കെ ഇടുമ്പോഴാണല്ലോ, കുറച്ചും കൂടിയൊക്കെ ഗീ ഇടുമ്പോഴാണ് പൊറോട്ടയ്ക്ക് ഒരു ടേസ്റ്റ്. നമ്മൾ നൂൽ പൊറോട്ടയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ അത്ര അങ്ങോട്ട് ടേസ്റ്റ് അങ്ങോട്ട് തോന്നിയിട്ടുണ്ടായില്ല. എന്തൊക്കെയൊക്കെയോ ഒരു കുറവ് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ബട്ടർ ചിക്കൻ ആണ് കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്. കാരണം നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ബട്ടർ ചിക്കൻ കഴിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് കഴിച്ചിരിക്കുന്ന ആ ബട്ടർ ചിക്കൻ്റെതായ ഒരു ഫ്ലേവറോ ടേസ്റ്റോ ഒന്നും തോന്നിയില്ല. ആക്ച്വലി നമുക്ക് ബട്ടർ ചിക്കൻ കഴിക്കുമ്പോൾ നമുക്ക് ബട്ടറിന്റെയും ആ ടൊമാറ്റോ പ്യൂരിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് നമുക്ക് മുന്നിട്ട് നിൽക്കും. പിന്നെ ഒരുപാട് സ്പൈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ ഇത് നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് അല്ല കേട്ടോ വന്നത്. കുറച്ച് സ്പൈസിയാണ്, ചെറുതായിട്ടൊരു സ്പൈസിയുമാണ്. എന്നാൽ നമുക്ക് ഒരു ബട്ടർ ചിക്കൻ ആണെന്നോ നമുക്ക് അങ്ങനെ ഒരു ബട്ടറിൻ്റെതായ ഒരു ടേസ്റ്റോ സ്മെല്ലോ ഒന്നും തന്നെ കറിക്ക് തോന്നിയില്ല. ഇതിപ്പോ ഈ കുറുകിയിരിക്കാൻ വേണ്ടി അവർ വേറെന്തോ ആഡ് ചെയ്തേക്കുന്ന പോലെ ഇങ്ങനെ എനിക്ക് തോന്നിയത്. ഒരു ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും ഒറിജിനൽ ഓതന്റിക് ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ഞാൻ ആദ്യം എന്തായാലും ബട്ടർ ചിക്കൻ ആണ് എടുത്തത്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ബട്ടർ ചിക്കൻ കഴിക്കുന്നത്. കാരണം ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ബട്ടർ ചിക്കന്റെ കാര്യം മറന്നു. പിന്നെ നമ്മൾ ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാലും പിന്നെ ചിലയിടത്തൊന്നും ബട്ടർ ചിക്കൻ ഉണ്ടാവില്ല. അപ്പൊ പാലപ്പമൊക്കെ നമ്മുടെ ഫേവറേറ്റ് ആണല്ലോ ഓൾറെഡി. നമ്മുടെ നാടൻ ഫുഡും ആയതുകൊണ്ട് തന്നെ നമുക്ക് പാലപ്പത്തിനോടൊക്കെ ഒരു പ്രത്യേക മമതിയായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം പാലപ്പവും
ആ പാലപ്പത്തിന്റെ കൂടെ നമുക്ക് ആ ഗ്രേവിയും കുറച്ച് ചിക്കന്റെ പീസും ഒക്കെ എടുത്തിട്ട് അങ്ങനെ കഴിക്കാൻ നല്ല ഒരു ഫ്ലേവർ ഉണ്ടാവുമല്ലോ. ഈ കഴിക്കുമ്പോൾ നമുക്കത് ഒരു ഭയങ്കര ആഗ്രഹിച്ച് ഞാൻ കഴിച്ചതാട്ടോ. പക്ഷേ എന്റെ കണക്കിൽ ബട്ടർ ചിക്കൻ അത്ര പോരാ. നിങ്ങൾക്ക് എങ്ങനെയാണ് ബട്ടർ ചിക്കൻ? നിങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ബട്ടർ ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അത് നമ്മൾ സാധാരണ ചിക്കൻ കറികളുടെ ഒക്കെ പോലെയല്ല. അപ്പൊ കുട്ടികളും അവർക്ക് ഇഷ്ടമുള്ളത് ഓരോന്നൊക്കെ കഴിച്ചിട്ടു. അപ്പൊ നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് കുഞ്ഞുവാവയുടെ പപ്പം പാലപ്പത്തിന്റെ കഷ്ണമൊക്കെ കൊടുത്തിട്ട് ആൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആൾക്ക് എന്താ ഇഷ്ടപ്പെട്ടതെന്ന് അറിയോ? ഈ ഒമാനിയൻ റൊട്ടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, റൊമാലിയൻ റൊട്ടി. ആ സംഭവമാണ് ഇഷ്ടപ്പെട്ടത്. അതിങ്ങനെ പക്ഷെ ഭയങ്കര പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് കൊണ്ടുവന്ന് വെച്ചപ്പോ തന്നെ ഏകദേശം ഒരു ഡ്രൈ ആയ അവസ്ഥയായിരുന്നു. അത് ഉദ്ദേശിച്ച ഒരു രീതിയിൽ അതും വന്നില്ല. ഫ്രൈഡ് റൈസ് എല്ലാം എനിക്കൊരു ആവറേജ് കണക്കിനാണ് തോന്നിയത്. പിന്നെ ഈ ശ്രീലങ്കൻ ചിക്കന്റെ സ്പെഷ്യാലിറ്റി എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ. അപ്പൊ ഞാൻ അതിന്റെ ഗ്രേവി ഒക്കെ എടുത്തിട്ട് ഞാൻ വീണ്ടും ഒരു നൂൽ പൊറോട്ടയും കൂടി കഴിച്ചായിരുന്നു കേട്ടോ. നൂൽ പൊറോട്ട ആക്ച്വലി നമ്മുടെ അബിഗയിൽ ബാക്കി വെച്ചതാണ്. അബിഗയിൽ വളരെ കുറച്ച് കഴിച്ചുള്ളൂ, പകുതി പോലും കഴിച്ചിട്ടുണ്ടായില്ല. ആൾ ആ ചിക്കൻ ലോലിപോപ്പും മാത്രം കഴിച്ച് ആളുടെ ഫുഡിങ് നിർത്തിയായിരുന്നു കേട്ടോ. പിന്നെ ആള് എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങി. നമുക്ക് പ്രശ്നം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ എന്നാലും ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞതേ നമ്മുടെ മിന്റ് ലൈം വന്നായിരുന്നു. അപ്പൊ ആള് മിന്റ് ലൈം ഒക്കെ കുടിച്ച് അവിടെ ഇരുന്നു. അപ്പൊ അതെ, ഇതാണ് ഞാൻ പറഞ്ഞ ശ്രീലങ്കൻ ഡെവിൾ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി ഈ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, ആ ചില്ലി ഫ്ലേക്സിൽ ഇട്ട് കുറച്ച് സോസ് ഒക്കെ ആഡ് ചെയ്ത് എത്രത്തോളം സ്പൈസി ആക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം സ്പൈസി ആക്കി എടുത്തിരിക്കുന്ന ഒരു ഐറ്റം, സോർട്ട് ചെയ്തിട്ട്. അതല്ലാതെ എനിക്ക് അത്ര വെറൈറ്റി ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഫ്രൈഡ് റൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഫ്രൈഡ് റൈസിന് പക്ഷെ ഒരു സൺഫ്ലവർ ഓയിലിന്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ LF ഹോസ്പിറ്റൽ കഴിഞ്ഞ് കാലടി റോഡ് MC റോഡിലേക്ക് കിടക്കുമ്പോഴാണ് കേട്ടോ. ഹംഗ്രി ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ടലിന്റെ ഒക്കെ ഫ്രണ്ടിലായിട്ടാണ്, ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. നമ്മുടെ അങ്കമാലി ഓപ്പൺ ജിമ്മൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പൊ കാലടി റൂട്ടിലേക്ക് കയറിയിട്ട്. അപ്പൊ താങ്ക് യു.